ഒരാൾക്ക് നൽകിയ സ്നേഹം മറ്റൊരാൾക്ക് നൽകാനാവില്ല. കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിന് വേണ്ടി ആരും കരയുമായിരുന്നില്ല. സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ഭാഗ്യമുള്ളവർ തന്നെയാണ്. നമുക്ക് എന്തൊക്കെ വിലപ്പെട്ടത് ഉണ്ടെങ്കിലും മനഃശാന്തിയേക്കാൾ വലുതായി ഒന്നും തന്നെയില്ല. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മളാണ്. മനസ്സ് നിറയെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ചിലർ പുറമെ സന്തോഷിക്കുന്നത് കാണാം. അത് വലിയൊരു കഴിവ് തന്നെയാണ്. ദുഃഖങ്ങൾക്ക് പരിഹാരം നാം തന്നെ സ്വയം കണ്ടെത്തണം. നമുക്ക് ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എത്ര പ്രയാസമേറിയതായാലും നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകി സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ചിലരുണ്ടാവും. അവർ മാത്രം മതിയാകും നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ജീവിക്കാൻ. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടവും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം അത് നമ്മുടേതാണ്. അപ്പോൾ തീരുമാനവും നമ്മുടേതാവണം. ഏറ്റവും ധൈര്യം വേണ്ടെന്ന് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കുമെന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം ബോധ്യപ്പെടുകയും ചെയ്യും. ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വയ്ക്കുകയും ചെയ്യും. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സമയം സൗജന്യമാണ്, പക്ഷേ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ വാക്കുകൾ കൊണ്ടല്ല, പകരം നമ്മുടെ വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണ് എന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതാണ് പക്വത.